പുതിയ ഷോപ്പിംഗ് മാളുകൾ ഉയരുകയാണ് ദുബായിലും ചുറ്റുപാടുകളിലും. എക്സ്പോ 2020 വരവേൽക്കാൻ ദുബായ് എല്ലാ ഭാഗങ്ങളിലും കൃത്യമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. ദുബായിയുടെ അതിർത്തിയായ ജബൽ അലിയിൽ പുതിയ ഒരു മാൾ ഉയർന്നിരിക്കുന്നു. പേര് ഔട്ട്ലെറ്റ് വില്ലേജ് മാൾ. ഇറ്റലിയിലെ സാൻ വിംജിയാനോ എന്ന നഗരത്തിൻ്റെ അതേ മാതൃകയിലാണ് ഈ ഷോപ്പിംഗ് മാളും പണിതീർത്തിട്ടുള്ളത്. ഇറ്റലിയിൽ പോയ അതേ പ്രതീതിയാണ് ഈ മാളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ സന്ദർശകനും ലഭ്യമാവുക. ദുബായിയുടെ അതിർത്തി പ്രദേശമായ ജബൽ അലിയിലാണ് മിറാസ് കമ്പനി ദി ഔട്ട്ലെറ്റ് വില്ലേജ് മാൾ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും പാശ്ചാത്യ നിർമ്മാണമാണ് ഇവിടെ കാണാൻ കഴിയുക. ദുബായിയുടെ സ്വപ്ന പദ്ധതിയായ ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സും ഉയരുന്നത് ഈ മേഖലയിൽ തന്നെയാണ്. പതിനഞ്ച്-16 നൂറ്റാണ്ടിനിടയ്ക്ക് ഇറ്റലിയുടെ ടെസ്കനിയയിൽ ഉയർന്ന പട്ടണമാണ് സാൻ ജിംനിയാനോ. 1990 യുനെസ്കോ ഈ പുരാതന പട്ടണത്തെ പൈതൃക പട്ടികയിലും ഉൾപ്പെടുത്തി. ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ മാതൃകയിലാണ് മിറാസ് കമ്പനി ഔട്ട്ലെറ്റ് വില്ലേജ് മാൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിർമ്മാണത്തിൽ ഗോതിക് ടെസ്കൻ രൂപകൽപ്പനയാണ് മാളിലെങ്ങുമുള്ളത്. മാളിനുള്ളിൽ കൂടി നടക്കുമ്പോൾ നാം ജിംനിയാനോ എന്ന പുരാതന പട്ടണത്തിൽ കൂടി നടക്കുകയാണെന്ന് തോന്നും. ഇറ്റലിയിലെ പ്രാചീന പട്ടണ മധ്യത്തിലുള്ള കിണർ അതേപടി ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഒപ്പം നടവഴികളും കെട്ടിടഭിത്തികളും കെട്ടിടങ്ങളിൽ പൂക്കൾ ചിരിതൂകി നിൽക്കുന്ന ബാൽക്കണികളും ശരിക്കും ജിംനിയാനോ പട്ടണത്തിന്റെ മാതൃകയിൽ തന്നെയാണ് മിറാസ് പണിതീർത്തിട്ടുള്ളത്. ഗുസെപ്പെ, എർമനജിത്തോസെനിയ, വെർസാഷെ തുടങ്ങിയ ഇറ്റാലിയൻ ബ്രാൻഡുകളുടെ നീണ്ട നിര തന്നെയുണ്ടിവിടെ. മോളിനകത്തെ നടവഴികൾ ഇറ്റലിയിലെ തെരുവിലൂടെ നടക്കുന്ന പ്രതീതിയാണ് സമ്മാനിക്കുന്നത്. പകലും രാത്രിയും ഒരേപോലെയുള്ള പ്രകാശവും ഏതു കോണിൽ നിന്ന് ഫോട്ടോ എടുത്താലും യൂറോപ്പിന്റെ പ്രതിച്ഛായയും ദി ഔട്ട്ലെറ്റ് വില്ലേജ് മാൾ സമ്മാനിക്കും. സെൽഫിക്കും മറ്റുമായി പ്രത്യേക സ്ഥലം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. $15 ലക്ഷം ചതുരശ്ര അടി വലുപ്പത്തിലാണ് മാൾ പണിതിരിക്കുന്നത്. വരും വർഷങ്ങളിൽ മാൾ 30 ലക്ഷം ചതുരശ്ര അടിയിലേക്ക് കൂടി വികസിപ്പിക്കാനും മിറാസ് കമ്പനിക്ക് പദ്ധതിയുണ്ട്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് പരിസരത്താണ് ഇറ്റാലിയൻ ശൈലിയിൽ ഔട്ട്ലെറ്റ് വില്ലേജ് എന്ന മനോഹര മാൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത്. ഇറ്റാലിയൻ രുചിയിലുള്ള ഭക്ഷണശാലകളുടെ വലിയ നിര തന്നെയുണ്ടിവിടെ. ചൂടുകാപ്പിയിൽ ഐസ്ക്രീം വിളമ്പുന്ന കഫേ ഏറെ ആകർഷിക്കുന്നുണ്ട്. അബുദാബിയിലുള്ളവർക്ക് ദുബായിയുടെ തിരക്കിൽപ്പെടാതെ എത്താൻ സാധിക്കുന്നതുകൊണ്ട് അറബിക് ഭക്ഷണവും മോളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.
ഗൾഫ് നാടുകളിൽ ചൂട് അങ്ങനെ കുറഞ്ഞു വരികയാണ്. തണുപ്പ് കാലത്താണ് ഏറ്റവും ഹൃദ്യമായ കാഴ്ചകൾ ഈ ഗൾഫ് നാട് ഓരോ സന്ദർശകനും സ്വദേശിക്കും വിദേശിക്കുമൊക്കെ സമ്മാനിക്കുന്നത്. കൂടുതൽ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അറേബ്യൻ സ്റ്റോറീസിന്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.മാതൃഭൂമിnews.in സന്ദർശിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.